ബാസ അത്ലറ്റിക്കോ UCL ക്വാർട്ടർ ഫൈനലിന്റെ രണ്ടാം പാദ മത്സരത്തിൽ ബാഴ്സലോണയുടെ നമ്പർ 8 ദ മെജീഷ്യൻ ആയിട്ടുള്ള പെഡ്രി ഗോൺസാലസ് ഉണ്ടാകുന്നുള്ള കാര്യം ഒരുപാട് ബാസ ആരാധകർക്ക് സംശയമുള്ള കാര്യമാണ്. പക്ഷെ അതില് ഒരു കൺഫർമേഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ബാസ ഫാൻസിന് സന്തോഷ വാർത്ത. പെഡ്രി കളിക്കും, പെഡ്രിക്ക് യാതൊരു വിധത്തിലുള്ള കുഴപ്പമില്ല എന്നുള്ള കാര്യം ബാസയുടെ പരിശീലകനായ ഹൈൻസി ഫ്ലിക്കും അതുപോലെ തന്നെ ബാസയുടെ സ്റ്റാഫും കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ബാസ അത്ലറ്റിക്കോക്കെതിരെ നേരിടുന്ന UCLന്റെ ക്വാർട്ടർ ഫൈനലിൽ ഈ ചൊവ്വാഴ്ച രാത്രി ആയിരിക്കും ഇന്ത്യൻ സമയം മത്സരം വരെ. മത്സരത്തിൽ പെഡ്രിക്ക് ഹാംസ്ട്രിങ് ഇഞ്ചുറി പിടിപെട്ടിട്ടില്ല എന്നുള്ള കാര്യം കൺഫേം ആക്കിയിട്ടുണ്ട്. അതിന് ടെസ്റ്റ് കാര്യങ്ങളടക്കം നടത്തിയിട്ടില്ല. സ്റ്റാഫ് അതിന്റെ സംഭവങ്ങളൊക്കെ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ അത്ലറ്റിക്കോയുമായുള്ള മത്സരത്തിൽ റെഡി ആകും. ഓക്കെ, അപ്പൊ ഈ ഒരു മത്സരം ബാഴ്സലോണയുടെ സ്റ്റാഫും അതുപോലെ തന്നെ ഹാൻസി ഫ്ലിക്കും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ മത്സരത്തിൽ അറിയാം, 47-50 മിനിറ്റ് ഒക്കെ ആയപ്പോഴത്തേന് പെഡ്രിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. ബട്ട് ഈ ഒരു മത്സരത്തിൽ പെഡ്രി അവിടെ ഉണ്ടാകുന്ന കാര്യം കൺഫേം ആയിട്ടുണ്ട്. പെഡ്രി ഉണ്ടാകുമ്പോൾ പെഡ്രിക്ക് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല, അതെല്ലാവർക്കും അറിയണ ഒരു സംഭവമാണ്. അയാള് വേറെ ഒരു ലെവൽ പ്ലെയർ ആണ് ചെങ്ങൈ എന്നുള്ള കാര്യത്തിൽ സംശയമല്ല. ഏതായാലും ഇനി റമോൺടാഡ അടിക്കാൻ പറ്റുമോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ കോണ്ടൻസ് കാര്യങ്ങളൊക്കെ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.